മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ റിലീസായി. ഞാനിന്ന് പോയി കണ്ടു. ആദ്യത്തെ ഷോ അല്ല, രണ്ടാമത്തെ ഷോയാണ് പോയി കണ്ടത്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് ടീസറോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ കേട്ടിരുന്നു. അത്രയ്ക്കും വലിയൊരു ആന സിനിമയൊന്നും അല്ല ഇത്. നല്ലൊരു ഫുൾ എന്റർടൈനർ ഒന്നും അല്ല. ഇതൊരു നല്ല സിനിമ. ലിജോ ജോസ് പെല്ലിശ്ശേരിയിൽ നിന്ന് ഞാനെന്ത് പ്രതീക്ഷിച്ചു അത് കിട്ടി. അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ ബോക്സ് ഓഫീസ് ജൈജാന്റിക് ഹിറ്റൊന്നും ആകാൻ പോകുന്ന സിനിമയാണ്. എന്നാലും കുറെ കാലം നന്നായിട്ട് ഓടും. ഇത് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് സമയം കളയാനും മാത്രമുള്ള ഒരു സിനിമയല്ല. നമുക്ക് വീട്ടിലിരുന്ന് OTT വരുമ്പോൾ സമാധാനമായിട്ട് കണ്ടാൽ മതി. മോഹൻലാലിന്റെ ആക്ഷൻസ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ ഛായാഗ്രഹണം, ഫോട്ടോഗ്രാഫി, ഡയറക്ഷൻ, ഡയറക്ടർ അതിനകത്ത് ഇടയ്ക്ക് ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന കുറെ കോണ്ടന്റ്സ് ഉണ്ട്. അത് ആ ഡയറക്ടറെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് അയാളുടെ സിഗ്നേച്ചർ ഷോട്ടുകളാണ്. അത് സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നല്ലോ. ചുരുളിയാവട്ടെ, അല്ലെങ്കിൽ നൻപകൽ നേരത്ത് മയക്കം, ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊരു വ്യത്യസ്തമായ സിനിമ. ഈ ചില സമയങ്ങളിൽ ഒരു കാര്യം ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒറിജിനൽ മോഹൻലാലിന്റെ അഭിനയവും VFX അല്ലെങ്കിൽ ആനിമേഷനിൽ കാണുന്ന അഭിനയവും രണ്ടും ഏകദേശം ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ മഹാനടനായിരുന്ന മോഹൻലാലിന്റെ ആ എക്സ്പ്രഷൻ എല്ലാം ഒന്നും ഇപ്പൊ മുഖത്ത് വരുന്നില്ല. അദ്ദേഹത്തിന് എന്ത് പറ്റിയാവോ എനിക്കറിയില്ല. മഹാനടനായ മോഹൻലാലായിരുന്നു എന്റെ ചെറുപ്പകാലത്ത്. അദ്ദേഹത്തിന്റെ മുഖത്ത് അന്ന് വന്നിരുന്ന എക്സ്പ്രഷൻസ്, ആ അഭിനയ ചാതുര്യം, അതൊന്നും ഇപ്പൊ കാണുന്നില്ല ഈ സിനിമയിൽ. ഒറിജിനൽ മോഹൻലാലിന്റെ അഭിനയവും AI മോഹൻലാലിന്റെ അഭിനയവും ഏകദേശം ഒരുപോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കണ്ണിന് കുഴപ്പമാണെന്ന് അറിയത്തില്ല. ഹരീഷ് പേരടി അദ്ദേഹമൊക്കെ അഭിനയിക്കുന്നതിനകത്ത് എനിക്ക് അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഇപ്പോഴും ആ പ്രായത്തിലും അദ്ദേഹത്തിന്റെ മുഖത്തൊക്കെ നല്ല എക്സ്പ്രഷൻ വരുന്നുണ്ട്. പല ഫൈറ്റ് സീൻസ് ഉണ്ട്. നല്ല ഫൈറ്റ് ഒക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മോഹൻലാലിനെ ഒന്നുകൂടി ഒന്ന് കളിയാക്കുവാണ്. ആ വലിയ ശരീരം വെച്ചിട്ടല്ലോ, മോഹൻലാൽ ഇതുപോലത്തെ ഫൈറ്റ് അല്ല ചെയ്യേണ്ടത്. ഇത് ഈ തൂക്കി കിടന്നുകൊണ്ട് കയറെ തൂക്കിയിട്ട് ആട്ടിയിട്ടുള്ള ഫൈറ്റ് ഒക്കെ അല്ലേ, അതല്ല വേണ്ടത്. അദ്ദേഹത്തിനെ പറ്റി പരിപാടി എന്ന് പറഞ്ഞാൽ ജപ്പാൻകാരുടെ ഒരു സൂമോ ഫൈറ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരുത്തനുമായിട്ട് ഓപ്പണന്റുമായിട്ട് കുസ്തി പിടിച്ചു കഴിഞ്ഞിട്ട് അവന്റെ മുകളിലോട്ടങ്ങ് വീണാൽ മതി. ഈ പൊണ്ണത്തടിയും കൊണ്ട് അതാ കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ സീറ്റിൽ ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത് പിടിച്ച് കാണാൻ മാത്രം സസ്പെൻസും ഒന്നുമില്ല. കുറെയൊക്കെ ഒരു ചിത്രകഥ വായിച്ച പോലെ ഈ രാമായണം കണ്ടതൊക്കെ ഓർക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മഹാഭാരതം സീരിയൽ കണ്ടത് ഓർക്കുന്നുണ്ട്. കുറെ വലിയ കിരീടമൊക്കെ വെച്ച് പുതിയ നമ്മളതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കുറെ വേഷമൊക്കെ കെട്ടി ക്യാരക്ടേഴ്സ് വന്നപ്പോൾ കുറെ കാലത്തേക്ക് അതിലേക്കൊക്കെ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയിലും ഈ വേഷം കെട്ടലൊക്കെ കുറച്ചൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് തന്നെയാണ് തോന്നിയത്. ഞാൻ മോഹൻലാൽ ഫാൻസിനെ നിരാശപ്പെടുത്താനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് ഒരു പക്ഷേ 2-2.5 മണിക്കൂറൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് കാണാനുള്ള എനർജിയൊക്കെ കാണുമായിരിക്കും. പക്ഷെ എനിക്കതില്ലാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ അങ്ങനെ തോന്നിയത്. എന്തായാലും ഞാൻ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, വീട്ടിലിരുന്ന് കണ്ടാൽ മതി. ശരി, നിർത്തട്ടെ.